ഇവിടെ നമുക്ക് രണ്ട് ഹോൾസും ഇതിനു പുറകിലായി ഒരു ലൈറ്റ് സോഴ്സുമാണുള്ളത്. ലൈറ്റ് ഈ രണ്ട് ഹോൾസിലും പതിക്കുകയും അവ കൊഹറന്റ് ലൈറ്റ് സോഴ്സസ് ആയി ആക്ട് ചെയ്യുകയും ഈ സ്ക്രീനിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി മീറ്റ് ചെയ്ത് ഇന്റർഫെറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അവ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏതൊരു ഓസിലേഷന്റെയും ഇന്റൻസിറ്റി ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ സോഴ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സിന്റെ ആംപ്ലിറ്റ്യൂഡുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ വേവ്സ് ഇവിടെ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടിംഗ് ആംപ്ലിറ്റ്യൂഡാണ് കാണാൻ പോകുന്നത്. സ്ഥിരമായ ഫേസ് ഡിഫറൻസ് ഉള്ള സോഴ്സുകളെയാണ് നമ്മൾ കൊഹറന്റ് സോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇവ രണ്ടും ഒരേ സമയം ഒരേ രീതിയിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അതിനാൽ ഇത് കൊഹറന്റ് സോഴ്സിന് ഒരു എക്സാമ്പിൾ ആണ്. ഇത് കൊഹറന്റ് സോഴ്സിന് മറ്റൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ ഇവ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായാണ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിലും അവ പരസ്പരം ഓസിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബന്ധം മാറാത്തതിനാൽ അതിനർത്ഥം അവ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിലും അത് കോൺസ്റ്റന്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ്. അതിനാൽ ഇതും കൊഹറന്റ് സോഴ്സിന് എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾ കൊഹറൻസിന്റെ സിംപ്ലസ്റ്റ് എക്സാമ്പിൾ ആണ് പറയുന്നത്. അതായത് ഇവ രണ്ടും ഒരേ സമയം ഒരേ രീതിയിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. മീൻ പൊസിഷനിൽ നിന്ന് ഈ പീക്കിന്റെ ഡിസ്റ്റൻസിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഈ വേവ്സ് സ്ക്രീനിലെ ഒരു പോയിന്റിൽ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ വേവുകൾ ആ പോയിന്റിനെ വേവ്സിന്റെ അതേ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. പാർട്ടിക്കിൾസ് വേവിന്റെ അതേ ആംപ്ലിറ്റ്യൂഡിലായിരിക്കും ഓസിലേറ്റ് ചെയ്യുന്നത്. ഈ ഡിസ്റ്റൻസും സെയിം ആയതിനാൽ ഇവ രണ്ടും ഒരേ രീതിയിലായിരിക്കും ഓസിലേറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് വേവ്സും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടിംഗ് ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് ആദ്യത്തേതിന്റെ 2 മടങ്ങായിരിക്കും. അതായത് റിസൾട്ടിംഗ് ആംപ്ലിറ്റ്യൂഡ് 2a എന്നായിരിക്കും വരുന്നത്. എന്നാൽ ഇവിടുത്തെ പോയിന്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ വേവ് കുറഞ്ഞ ദൂരമാണ് ട്രാവൽ ചെയ്യുന്നത്. എന്നാൽ ഈ വേവ് കൂടിയ ദൂരമാണ് ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ യെല്ലോയിൽ നിന്നുള്ള വേവാണ് പാർട്ടിക്കിളിലേക്ക് ആദ്യം എത്തുന്നത്. ഈ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇത് കുറച്ച് ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾ ഇതിനേക്കാളും ഒരു എക്സ്ട്രാ ഓസിലേഷൻ ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിനേക്കാളും 2π എക്സ്ട്രാ ഫേസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എന്നത് 2π എക്സ്ട്രാ ഫേസിനെയാണ് അർത്ഥമാക്കുന്നത്. ഈ ഫേസ് ഡിഫറൻസ് കാരണത്താൽ അവ ഒരേ രീതിയിലല്ല ഓസിലേറ്റ് ചെയ്യുന്നത്. അതിനാൽ അവ മീറ്റ് ചെയ്യുമ്പോൾ റിസൾട്ടിംഗ് ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് 2a എന്നായിരിക്കില്ല വരുന്നത്. φ എന്നത് ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് ആണെങ്കിൽ റിസൾട്ടിംഗ് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്നത് ഇന്റൻസിറ്റിക്ക് പ്രപ്പോർഷണൽ ആയതിനാൽ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത് ഇൻകമിംഗ് വേവിന്റെ ഇന്റൻസിറ്റിക്ക് പ്രപ്പോർഷണൽ ആയതിനാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അങ്ങനെ നമുക്ക് ഇന്റൻസിറ്റിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ലഭിക്കുന്നു.